ഹായ് ഫ്രണ്ട്സ്, കിണറിൽ മോട്ടർ വെച്ചപ്പോഴാണ് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ കിട്ടിയത്. അപ്പോൾ മിക്കവർക്കും അങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അങ്ങനെ അപ്പോൾ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് എടുക്കുക. ആ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ വീട്ടിലെ എല്ലാ ടാപ്പിലേക്കും എങ്ങനെ എത്തിക്കാം, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കിണറിൽ മോട്ടർ വെച്ചെടുക്കുന്ന വെള്ളമാണ് ഈ ടാങ്കിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ പൈപ്പ് ഇതിലൂടെയാണ് ആ വെള്ളം, ആ ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറങ്ങുന്നത്, നമ്മളെ വീട്ടിലെ ടാപ്പിലൊക്കെ എത്തുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ പൈപ്പിലേക്ക് വരുന്ന ആ വാൾവ് നമുക്ക് ബന്ധാക്കണം. അത് ഓഫ് ചെയ്തിടാം. ഇതുപോലെ അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കാം. അത് ചുമ്മാ നമ്മുടെ കറണ്ട് കളയണ്ടല്ലോ, നമുക്കിവിടെ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ആ ഒരു ടാപ്പ്. ഇവിടെ ചുമ്മാ കിടക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലെ ടാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ഓസിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മളിപ്പോൾ ഇത് കാണുന്നില്ലേ, ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ആ ഒരു ടാപ്പിന് ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഒരു കണക്ടർ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓസിൻ്റെ മറ്റൊരറ്റം നമ്മുടെ വീട്ടിലെ ടാപ്പിന് കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ വീട്ടിലെ ടാപ്പുമായിട്ട് കണക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് പൈപ്പും നമുക്ക് തുറന്നു വിടാം. രണ്ട് പൈപ്പ് നമുക്ക് തുറന്നു വിട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ പൈപ്പൊക്കെ ഓണാക്കി നമുക്ക് നോക്കാം. ഈ രണ്ട് പൈപ്പ് നമുക്ക് തുറന്നു വിട്ടതിന് ശേഷം നമ്മളെ വീട്ടിലെ പൈപ്പിലേക്ക് ജപ്പാൻ കുടിവെള്ളം നമ്മുടെ വീട്ടിലെ പൈപ്പിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ വരുന്ന വെള്ളം ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ഒരു വെള്ളം തന്നെയാണ്. ഇതാ വീട്ടിലെ ഉള്ളിലും ഒക്കെ എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.